അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, എഫെസുസുകാർക്കുള്ള പൗലോസിൻ്റെ ലേഖനം 4:32. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയ ആർദ്രതയോടെ പെരുമാറുവിൻ. പൗലോസിൻ്റെ ആഴമേറിയ ഒരു ഹൃദയാവർജകമായതും ഹൃദയവും മനസ്സും ആത്മാവും കൈക്കൊണ്ടതുമായ ഒരു ശൈലിയിൽ നിന്നാണ് ഈ വചനം. എന്താണ്? ദൈവം തന്നിൽ നിന്ന് പാപം വഴി അകന്നുപോയ മനുഷ്യകുലത്തെ, തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ക്രിസ്തു വഴി, ഈ ഏകജാതൻ്റെ ബലി വഴി ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ഹൃദയം ആർദ്രമാവുക. മറ്റുള്ളവൻ്റെ വീഴ്ചയും എന്നോടുള്ള കലാപവും കലഹവും ദ്രോഹവും ക്ഷമിക്കാൻ പറ്റിയ ഒരു ആർദ്രത എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു കുഴമ്പ് പോലെ പേസ്റ്റ് ഉണ്ട്, അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ കലാപവും കലഹവും ദ്രോഹവും നിറഞ്ഞ മറ്റുള്ളവരുടെ എൻ്റെ നേരെയുള്ള വളരെ വിൽഫുൾ ആക്ട്, വളരെ മനഃപൂർവമായ പ്രവൃത്തി, ഞാൻ ഞെരുങ്ങി പീഡ സഹിച്ച് വേദനിച്ച് വിലാപത്തോടെ ഇരിക്കുകയായിരിക്കുമെന്നുള്ള ചിന്തയിൽ ആനന്ദിച്ച് ആ ആനന്ദം പങ്കുവെച്ച് നടക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമാണ്. പക്ഷേ പതറരുത്. കാരണം നിന്നോട് ദൈവപിതാവ് ക്രിസ്തു വഴി ക്ഷമിച്ചതുപോലെ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറണം. അപ്പോഴാണ് ക്രിസ്തു തമ്മിൽ രൂപപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.